ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 2 ഗീതാ വിഷയ സംഗ്രഹം. ശ്ലോകം 55. ശ്രീ ഭഗവാനുവാച പ്രജഹാതി യദാ കാമാൻ സർവാൻ പാർത്ഥമനോഗതാൻ ആത്മന്യേവാത്മനാ തുഷ്ട സ്ഥിതപ്രജ്ഞസ്തദോച്യതേ. വിവർത്തനം. ശ്രീ ഭഗവാൻ പറഞ്ഞു, ഹേ പാർത്ഥ, മനകൽപ്പിതങ്ങളാൽ ഉണ്ടാകുന്ന നാനാവിധത്തിലുള്ള ഐന്ദ്രിയ കാംക്ഷകളെ ത്യജിക്കുന്നതോടൊപ്പം മനസ്സ് ശുദ്ധീകരിക്കപ്പെടുകയും ആത്മാവിൽ തന്നെ സംതൃപ്തി കൊള്ളുകയും ചെയ്യുമ്പോൾ ഒരാൾ സ്ഥിതപ്രജ്ഞനെന്ന് പറയപ്പെടുന്നു. ഭാവാർത്ഥം: കൃഷ്ണാവബോധമാർന്ന അഥവാ ഭഗവത് സേവന നിരതനായവന് മഹർഷിമാർക്കുള്ള ഗുണങ്ങളെല്ലാം ഉണ്ട്. ആ സമുത്കൃഷ്ട നിലയിൽ എത്താത്തവർക്കാകട്ടെ കപോല കൽപ്പിതങ്ങളായവയെ ആശ്രയിച്ച് ജീവിക്കുന്നത് കൊണ്ട് ആ യോഗ്യതകൾ ഉണ്ടാവില്ലതാനും എന്നാണ് ഭാഗവതം തറപ്പിച്ചു പറയുന്നത്. എല്ലാവിധ ഇന്ദ്രിയ തൃഷ്ണകളെയും മനകൽപ്പിതങ്ങളാകയാൽ ഉപേക്ഷിക്കണമെന്ന് തുടർന്ന് വ്യക്തമാക്കുന്നു. കൃത്രിമോപായങ്ങൾ കൊണ്ട് ഇന്ദ്രിയ ചോദനകളെ തടയാനാവില്ല. കൃഷ്ണാവബോധത്തിൽ മുഴുകി പ്രവർത്തിക്കുമ്പോൾ യാതൊരു പ്രയത്നവും കൂടാതെ തന്നെ ഇന്ദ്രിയാസക്തി നിലച്ചുപോകും. അതുകൊണ്ട് മടി കൂടാതെ ഏവരും കൃഷ്ണാവബോധത്തോടെ ജീവിക്കുകയാണ് വേണ്ടത്. ഭക്തിപരമായ സേവനം ആരെയും വേഗത്തിൽ അതീന്ദ്രിയ പ്രജ്ഞാതലത്തിലേക്ക് ഉയരാൻ സഹായിക്കും. പൂർണ്ണ വികാസമാർജിച്ച ആത്മാവ് താൻ ഭഗവാന്റെ നിത്യദാസനാണെന്ന് സാക്ഷാത്കരിച്ച് സ്വയം തൃപ്തനാകുന്നു. അതീന്ദ്രിയാവസ്ഥയിലുള്ള ഒരാൾക്ക് നിസാരമായ ഭൗതിക തൃഷ്ണകളിൽ താല്പര്യമുണ്ടാവില്ല. ശ്രീ ഭഗവാന്റെ നിത്യദാസനെന്ന അവസ്ഥയിൽ പരമസന്തുഷ്ടനായിരിക്കും അദ്ദേഹം. ശ്ലോകം 56. ദുഃഖേഷു नु ദുഃഖ്മനാഃ സുഖേഷു വിഗതസ്പൃഹഃ വീതരാഗ ഭയക്രോധാ സ്ഥിതധീർ മുനിരുച്യതേ. വിവർത്തനം. ത്രിവിധ ക്ലേശങ്ങൾക്കു നടുവിലും മനസ്സ് പ്രക്ഷുബ്ധമാവാതെയും സുഖത്തിൽ അമിതമായി സന്തോഷിക്കാതെയും ആസക്തി, ഭയം, ക്രോധം ഇവയിൽ നിന്ന് വിമുക്തനായും ഇരിക്കുന്ന വ്യക്തിയെ സ്ഥിതപ്രജ്ഞനെന്നു പറയുന്നു. ഭാവാർത്ഥം: പലവിധ ഊഹാപോഹങ്ങളാൽ വ്യാകുലചിത്തനായിട്ടും ശരിയായൊരു നിഗമനത്തിലെത്തിച്ചേരാത്ത ആളെ സൂചിപ്പിക്കുന്നതത്രേ മുനി എന്ന നാമം. ഓരോ മുനിക്കും മറ്റുള്ളവരുടേതിൽ നിന്ന് ഭിന്നമായൊരു വീക്ഷണകോണ് ഉണ്ടാവുമെന്നും മറ്റു മുനികളിൽ നിന്ന് ഇങ്ങനെ ഒരു വ്യത്യാസമില്ലാത്തയാൾ മുനി എന്ന പേരിന് ശരിക്കും അർഹനല്ലെന്നും പറയപ്പെടുന്നു. നാസൗ മുനിര്യസ്യ മതം ന ഭിന്നം. മഹാഭാരതം വനപർവം 313-117. ഇവിടെ ഭഗവാൻ വർണ്ണിക്കുന്ന മുനി ഒരു സാധാരണ മുനിയല്ല, സ്ഥിതതിയാണ്. ഊഹാപോഹ വ്യാപാരങ്ങളെല്ലാം നിർത്തി സദാ കൃഷ്ണാവബോധത്തിൽ ജീവിക്കുകയാണ് അദ്ദേഹം. പ്രശാന്ത നിശേഷ മനോരഥാന്തര സ്തോത്ര രത്നം 43. ബുദ്ധിപരങ്ങളായ പര്യവേക്ഷണങ്ങളുടെ മണ്ഡലം കടന്നുപോയ ഈ മുനിക്ക് ഭഗവാൻ വാസുദേവൻ അഥവാ കൃഷ്ണൻ ആണ് സർവവുമായിട്ടുള്ളത് എന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു. വാസുദേവ സർവമിതി സ മഹാത്മാ സുദുർലഭഃ. അദ്ദേഹത്തെ സ്ഥിതതിയായ മുനി എന്ന് പറയാം. അത്രമേൽ കൃഷ്ണാവബോധമുദിച്ച ഒരാളെ ത്രിവിധ ദുഃഖങ്ങൾ അലട്ടുകയില്ല. ചെയ്തുപോയ ദുഷ്കർമ്മങ്ങൾ മൂലം താൻ കൂടുതൽ ശിക്ഷ അർഹിക്കുന്നുണ്ടെന്ന ബോധത്തോടെ ക്ലേശാനുഭവങ്ങളെല്ലാം ഭഗവാന്റെ കാരുണ്യമായി അയാൾ സ്വീകരിക്കുന്നു. ആ കരുണ കൊണ്ട് തന്റെ ക്ലേശങ്ങൾ എത്രയും ലഘൂകരിക്കപ്പെടുന്നതായി കാണുകയും ചെയ്യുന്നു. സന്തോഷ അവസരത്തിൽ താൻ ഇതിനർഹനല്ലെന്ന് കരുതി അത് ഭഗവത് പ്രസാദമെന്നുറയ്ക്കുന്നു.
സുഖകരമായൊരവസ്ഥയിലെത്തിയതുകൊണ്ട് കൂടുതൽ ഭഗവത് സേവനം ചെയ്യാനിടവന്നത് കൃഷ്ണന്റെ അനുഗ്രഹത്താൽ മാത്രമാണെന്ന് ഭക്തൻ മനസ്സിലാക്കുന്നു. ആ സേവനത്തിന്റെ കാര്യത്തിലാവട്ടെ അയാൾ എപ്പോഴും ധീരനാണ്, കർമ്മനിരതനാണ്, സക്തിവിരക്തികൾക്ക് വശപ്പെടുകയുമില്ല. വിഷയങ്ങളെ സ്വാർത്ഥപൂർത്തിക്കായി സ്വീകരിക്കുന്നതാണ് സക്തി. അത്തരം സക്തിയില്ലായ്മ വിരക്തിയും. കൃഷ്ണാവബോധത്തിൽ ഉറച്ചു നിൽക്കുന്ന ഭക്തന് സക്തിയോ വിരക്തിയോ ഇല്ല. എന്തെന്നാൽ ആ ജീവിതം ഭഗവത് സേവനത്തിന് സമർപ്പിതമാണ്. അതുകൊണ്ട് തന്റെ ഉദ്യമങ്ങൾക്ക് സാഫല്യമുണ്ടായില്ലെങ്കിലും ഭക്തന് ക്രോധമുദിക്കാറില്ല. ജയമോ പരാജയമോ ആകട്ടെ, കൃഷ്ണാവബോധമാർന്നയാൾ എപ്പോഴും സ്ഥിരനിഷ്ഠനായിരിക്കും. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.